2 വർഷത്തിൽ നീണ്ടുന്ന ഒരു അന്വേഷണമാണ് നടന്നത്. പലരും തെളിവ് സഹിതം വാട്സപ്പ് മെസ്സേജ്, വീഡിയോ, അത് ഓഡിയോ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇത്ര ഒരു സാഹചര്യം നിലനിൽക്കെ ഇനിയും ഇതേ ആളുകൾ, ഇതേ മൊഴി കൊടുത്തവർ വീണ്ടും പരാതി തന്നാലേ അന്വേഷിക്കൂ എന്ന സർക്കാർ നിലപാടിനോട് താങ്കൾ യോജിപ്പുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, സർക്കാരിന്റെ ആ നിലപാട് ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. താങ്കൾക്ക് ഒരു അമ്മയുടെ വൈസ് പ്രസിഡന്റിനപ്പുറം താങ്കൾ വ്യക്തിപരമായി ഒരു സ്ത്രീധൻ നടന്ന നിലയിൽ ഈ മൊഴി കൊടുത്തവർ വീണ്ടും പരാതി തന്നാൽ മാത്രമേ അന്വേഷിച്ച് കേസെടുക്കാൻ പാടുള്ളൂ എന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അത് പരാതി കൊടുക്കാതെ തന്നെ കേസെടുക്കണം. തീർച്ചയായിട്ടും ഇതിന് വന്നിട്ടുള്ള അതിന് കോടതി വിധി അനുസരിച്ചാണ് കേട്ടോ. ഇത് സബ്ജക്റ്റീസ് ആവരുത്. കോടതി പറയുകയാണ്, വ്യക്തമായ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വരട്ടെ. അവർക്കെതിരെ നടപടി വന്നാൽ, അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. ഉറപ്പാണ്. കോടതി പറയുകയാണ് ഇതില് ഇന്നാർക്കെതിരെ കേസ് നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ ആ നിമിഷം അച്ചടക്ക നടപടി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകും. റിപ്പോർട്ടിലെ പ്രധാന ചൂണ്ടിക്കാണിക്കലാണ് ഈ പവർ ഗ്രൂപ്പ്.